ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ ഫെബ്രുവരി മാസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഈ ഫെബ്രുവരി മാസത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശുവിൻ്റെ മുൻപിൽ നമ്മുടെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, നമ്മുടെ സങ്കല്പങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ തകർച്ചകളെ, നമ്മുടെ പരാധീനതകളെ, പരാജയങ്ങളെ, നമ്മുടെ രോഗങ്ങളെ, ബുദ്ധിമുട്ടുകളെ, സാമ്പത്തിക തകർച്ചകളെ, കുടുംബത്തിലെ എല്ലാ ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും, കുടുംബത്തിലെ എല്ലാ അരക്ഷിതാവസ്ഥയെ, ജോലിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക. ദൈവത്തിനെല്ലാം നമ്മുടെ നന്മയ്ക്കായി മാറ്റാൻ ഒരു നിമിഷം മതി. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ വിശുദ്ധ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതിനാൽ ഇന്ന് ഈ മാസത്തെ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം തുറക്കുക. അവിടുന്ന് നമുക്ക് വേണ്ടി സകലതും ചെയ്തു തരും. വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ഈ ഫെബ്രുവരി മാസത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടത്തും. എത്ര പ്രയാസപ്പെട്ട പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടേണ്ടി വന്നത് എങ്കിലും നിങ്ങൾ ഭയപ്പെടരുത്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. എല്ലാ ജീവിത സാഹചര്യങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്. അത് നിങ്ങളുടെ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും നന്മയ്ക്കും വേണ്ടിയാണ്. അതിനാൽ ദുഃഖം വെടിഞ്ഞ്, വിഷാദം വെടിഞ്ഞ്, എന്നെ സഹായിക്കാൻ ശക്തനായ ദൈവത്തിൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുക. അവിടുന്ന് നമ്മോട് കരുണ കാണിക്കും. അവിടുന്ന് ഈ തകർച്ചകളെയെല്ലാം നമ്മുടെ ഉയർച്ചകൾക്കാക്കി മാറ്റിത്തീർക്കും. വിശ്വാസത്തോടെ ഈ മാസം നമുക്ക് സാധിച്ചെടുക്കേണ്ടതായ 5 നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 63 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങയ്ക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സ്രഷ്ടാവേ, ഈ ഫെബ്രുവരി മാസത്തിലേക്ക് ഞങ്ങൾ ചുവട് വയ്ക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്കുള്ള എല്ലാ വെല്ലുവിളികളെയും, ഞങ്ങൾ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും, ഈ മാസത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും, ഞങ്ങളുടെ എല്ലാ ആകാംക്ഷകളെയും കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാസം ഞങ്ങൾക്ക് ഉണ്ടാകാവുന്ന എല്ലാ വെല്ലുവിളികളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഈ മാസം മുഴുവനും ഞങ്ങളോട് കൂടെയുണ്ടായി ഞങ്ങൾക്ക് ഏത് അവസ്ഥയെയും നേരിടാനുള്ള ധൈര്യം നൽകി, ചങ്കൂറ്റം നൽകി, ആത്മവിശ്വാസം നൽകി. എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും എന്ന വിശ്വാസം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, കാലാനുസൃതമായ പ്രശ്നങ്ങളുടെ ഭാരം ഞങ്ങളെ അലട്ടുമ്പോൾ, അവ ഞങ്ങളുടെ മനസ്സിനെ തളർത്തുമ്പോൾ
കർത്താവേ, അങ്ങ് ഞങ്ങളുടെ സന്തോഷമായി ഞങ്ങളുടെ മനസ്സിൽ, ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ ഉണ്ടാകാവുന്ന സംശയത്തിൻ്റെയും നിരാശയുടെയും നിഴലുകൾ അകറ്റാൻ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ദൈവമേ, ഞങ്ങൾക്കാവശ്യമായ പ്രത്യാശ ഈ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അന്തരാത്മാവിനെ പുതുക്കി പണിയണമേ. ഞങ്ങളുടെ ഹൃദയത്തോട് അവിടുന്ന് ഓരോ നിമിഷവും സംസാരിക്കണമേ. എല്ലാ ശൈത്യകാലത്തിന് ശേഷവും വസന്തം പുതിയ തുടക്കങ്ങളുടെ വാഗ്ദാനങ്ങളോട് പിന്തുടരുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ എല്ലാ ജീവിത അന്തരീക്ഷങ്ങളെയും, ജീവിത പ്രശ്നങ്ങളെയും, സാമ്പത്തിക ഞെരുക്കങ്ങളെയും, കുടുംബത്തിൻ്റെ തകർച്ചയെയും, വൈകാരികമായ പ്രശ്നങ്ങളെ, ശരീരത്തിൻ്റെ രോഗാവസ്ഥകളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും ദൈനംദിന ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളും നേരിടുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ കൃപയും കരുത്തും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ വ്യക്തത നൽകി, വിവേകം നൽകി ഈ മാസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമ്പത്ത് വിവേകത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കൃപ തരണമേ. ദൈവമേ, അങ്ങ് നൽകിയ ദാനങ്ങളിൽ സന്തോഷിക്കുന്നതിനും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനും ഈ മാസം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ ശക്തമായ കരം പ്രവർത്തിക്കണമേ. സ്നേഹത്തിൻ്റെയും വിവേകത്തിൻ്റെയും ശക്തി ഞങ്ങൾക്ക് നൽകണമേ. സകല ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവേ, ഭിന്നതയുള്ളിടത്ത് അങ്ങയുടെ സമാധാനം വിതയ്ക്കണമേ. അകൽച്ചയുള്ളവർക്ക് നിന്റെ സാന്നിധ്യം കൊണ്ടുവരണമേ. ദയയോടെ ആശയവിനിമയം നടത്താനും സഹാനുഭൂതിയോടെ പരസ്പരം കേൾക്കാനും നിരുപാധികമായി പരസ്പരം സപ്പോർട്ട് ചെയ്യാനും പിന്തുണയ്ക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ അന്തരാത്മാവിലോ ഉള്ള എല്ലാ രോഗപ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പോരാടുന്ന രോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മരുന്നോ ലേപന ഔഷധമോ അല്ല, നിന്റെ വചനമാണ് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്നത്. കർത്താവേ, വൈദ്യ ചികിത്സ കൈവിട്ട ഓരോ രോഗികളെയും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. എൻ്റെ ദൈവമേ, 38 വർഷം തളർന്നു കിടന്ന വ്യക്തിയെ നീ ഒരു നിമിഷം കൊണ്ട് സുഖപ്പെടുത്തിയ ഈശോയെ, ഇന്ന് ഞങ്ങളുടെ തളർന്ന മനസ്സിനെ, ശരീരത്തിനെ, ആത്മാവിനെ നീ സുഖപ്പെടുത്തണമേ, ഉജ്ജീവിപ്പിക്കണമേ. കർത്താവേ, 18 വർഷം കൂനിയായിരുന്ന സ്ത്രീക്ക് ഒരു നിമിഷം കൊണ്ട് നിന്റെ അത്ഭുതകരമായ ഇടപെടൽ കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അവളെ നിവർത്തി നിർത്തി അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തിയ കർത്താവേ, ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾക്ക് പ്രത്യാശയും ശക്തിയും പ്രദാനം ചെയ്ത് ഈ ജീവിതത്തിൽ വലിയ നന്മകളുണ്ട്, അത് കാണാനായുള്ള കൃപയും ആത്മശക്തിയും നൽകി ഈ മാസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരോഗ്യ പ്രശ്നങ്ങളുമായി പോരാടുന്നവരെ ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ വീണ്ടും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ നൽകുന്ന നാഥ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷം അർത്ഥമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ നിന്റെ ശക്തി നൽകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികൾക്കും കർത്താവേ, അവരോട് കരുണ കാണിക്കുന്ന പരിപാലകരെ നൽകണമേ. അങ്ങയുടെ കാരുണ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ അവർക്ക് നൽകണമേ. കർത്താവേ, അവരുടെ രോഗത്തിൽ ശ്രദ്ധ കൊടുക്കാതെ അങ്ങയുടെ ശക്തിയിൽ, രോഗശാന്തിയിൽ, അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങളിൽ അഭയം തേടാൻ ഈ മക്കളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൻ്റെ സങ്കീർണതകളെ നേരിടാൻ ബൗദ്ധികമായ വ്യക്തതയും വൈകാരിക സ്ഥിരതയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, അങ്ങയുടെ ഇച്ഛയ്ക്കനുസൃതമായ തീരുമാനങ്ങൾ എടുക്കാനും ശാന്തവും ഏകാഗ്രവുമായ മനസ്സോടെ വെല്ലുവിളികളെ സമീപിക്കുവാനും ഈ ഫെബ്രുവരി മാസത്തിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഓരോ ദിവസവും ഒരു പുതിയ ദൈവാനുഗ്രഹങ്ങൾ, ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെ വികാരങ്ങളാൽ
ഞങ്ങൾ മാറി നിൽക്കേണ്ടി വരുമ്പോൾ, കർത്താവെ, തിരസ്കരണത്തിൻ്റെ വേദന പേറി ഞങ്ങൾ മാറി നിൽക്കുമ്പോൾ, അങ്ങയുടെ സ്നേഹ സാന്ത്വനവും അങ്ങ് ഞങ്ങളെ സ്വീകരിക്കുന്നു, ഏതവസ്ഥയിലും അങ്ങ് ഞങ്ങളെ സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സഹായം നൽകി ഈ മാസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ദയ കാണിക്കുവാൻ, ശാന്തത കാണിക്കുവാൻ, ഏത് പ്രശ്നങ്ങളിലും പരസ്പരം ദയയോടെ, കരുണയോടെ പെരുമാറാൻ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട്, ഞങ്ങളുടെ ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകരോട്, അധികാരികളോട്, കീഴ് ജോലിക്കാരോട്, എല്ലാവരോടും ദയയോടെയും കരുണയോടെയും സംസാരിക്കാനും ഇടപെടാനും ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. ഈ മാസം ഞങ്ങൾക്ക് പ്രത്യേകമായ ബുദ്ധിയും ശക്തിയും ഔന്നത്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ ദിവസവും ഈ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങയുടെ അചഞ്ചലമായ സാന്നിധ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കട്ടെ. ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. നവോന്മേഷത്തോടെ ഓരോ ദിവസവും അങ്ങയുടെ ശക്തിയാൽ അഭിമുഖീകരിക്കാനുള്ള പ്രചോദനം ഞങ്ങളിൽ നിറയ്ക്കണമേ. സർവശക്തനായ പിതാവേ, അങ്ങയോടൊപ്പം ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങയുടെ അനന്തമായ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാസം വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും മാസമാക്കി മാറ്റണമേ. സകല ശത്രുക്കളിൽ നിന്നും, ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും, പദ്ധതികളിൽ നിന്നും കർത്താവെ, ഞങ്ങളെ നീ വിടുവിക്കണമേ, സംരക്ഷിക്കണമേ. ഞങ്ങൾക്കെതിരെ പോരാടുന്ന ദുഷ്ടശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ തകർത്ത് കളയുന്നു. കർത്താവെ, നീ കരുണയുടെ ദൈവമാണ്. ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ. അങ്ങയെ തേടുന്ന ഞങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണമേ. ഞങ്ങളുടെ ആത്മാവ്, എൻ്റെ ആത്മാവ് അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുവാൻ കൃപ തരണമേ. ഈ മാസം കൂടുതൽ പ്രാർത്ഥനയിലും ഭക്തിയിലും ഉപവാസത്തിലും കഴിഞ്ഞുകൂടാൻ, കൂടുതൽ നന്മ ചെയ്യുന്നതിൽ തൽപരത കാണിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കുവാൻ ഈ മാസം ഞങ്ങൾക്ക് ഇടവരുത്തണമേ. അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ ഓരോ നിമിഷവും അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രതി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുവാൻ, സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഈ മാസം മുഴുവൻ അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുവാൻ, അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ നടത്തണമേ. വലിയ അനുഗ്രഹങ്ങളെ കൊണ്ടുവരണമേ. മുടങ്ങിക്കിടക്കുന്ന സകല അനുഗ്രഹങ്ങളെയും ഞങ്ങൾക്ക് ഈ മാസം നേടിത്തരണമേ. ഞങ്ങൾക്ക് സാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളിൽ ദൈവമേ നീ ഇടപെട്ട് എല്ലാം സാധ്യമാക്കി തരണമേ. ഈ മാസം ഞങ്ങളുടെ ജീവിതം ശാന്തവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയോടെ നീ ഞങ്ങളെ നോക്കണമേ. എല്ലാ മക്കൾക്കും ആശ്വാസം നൽകുന്ന നാഥ, ജീവിത പ്രശ്നങ്ങളിൽ വേദനയോടെ കഴിയുന്നവർക്ക് അങ്ങയിലേക്ക് ദർശിക്കുവാൻ, അങ്ങയിലേക്ക് മുഖം തിരിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ ഫെബ്രുവരി മാസത്തിൽ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ പുതിയ ഗുണങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവികമായ സവിശേഷതകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഇന്ന് വരെ ജീവിച്ചതിലും മെച്ചപ്പെട്ട അനുഗ്രഹപ്രദമായ ഫലപ്രാപ്തിയുള്ള ജീവിതം ജീവിക്കുവാൻ, ഓരോ ദിവസവും അർത്ഥവത്തായ ജീവിതം ജീവിക്കുവാൻ, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ, കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയിൽ, സാമ്പത്തിക ദുരിതത്തിൽ കഴിയുന്ന ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തണമേ. ജോലി നഷ്ടപ്പെട്ട മക്കൾക്ക് ഈ മാസം അനുഗ്രഹത്തിൻ്റെ മാസമാക്കി മാറ്റണമേ. കർത്താവേ, പുതിയ ജോലി, പുതിയ ഇൻ്റർവ്യൂ, പുതിയ ബിസിനസ് തുടങ്ങുവാൻ കൃപ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവാനുഗ്രഹങ്ങളുടെ മാസമാക്കി മാറ്റണമേ. പഠിക്കുന്ന മക്കൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ, കൂടുതൽ പഠനത്തിൽ തൽപരത ഉള്ളവരായി മാറാൻ,
കർത്താവേ, നീ സഹായിക്കണമേ. അവർക്ക് ഏകാഗ്രതയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി, പഠിക്കുവാനുള്ള ജിജ്ഞാസ നൽകി, കൂടുതൽ അറിവിനോടുള്ള താല്പര്യം കാണിച്ച് ഈ മക്കൾ പഠിക്കുന്നതിന് കർത്താവേ, ഈ മക്കളുടെ കൂടെ നിന്ന്, പരീക്ഷ എഴുതുന്ന മക്കളുടെ കൂടെ നിന്ന് നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ഈ മാസം സന്തോഷത്തിൻ്റെ മാസമാക്കി മാറ്റണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ വലിയ ദൈവിക ചൈതന്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. പരസ്പരം ശാന്തമായി സൗമ്യമായി പെരുമാറാൻ, ദയയോടെ കരുണയോടെ പരസ്പരം നോക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഈ മാസത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഒന്നുകൂടെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന ഇവരുടെ 5 നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒപ്പം പാപത്തെയും തിന്മയെയും വെറുത്തുപേക്ഷിക്കുവാൻ, ഏത് സാഹചര്യത്തിലും വിശ്വസ്തമായി പെരുമാറാൻ ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് ഉത്തരം നൽകുന്ന നാഥ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ കരുണ കാണിക്കുന്ന കർത്താവേ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഫെബ്രുവരി മാസത്തിൽ അനുഗ്രഹങ്ങൾക്ക് മേലെ അനുഗ്രഹങ്ങൾ വർഷിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി മുടങ്ങിക്കിടക്കുന്ന സകല അനുഗ്രഹങ്ങളെയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ അസാധ്യങ്ങളെ കർത്താവ് ഈ മാസം നിങ്ങൾക്ക് സാധ്യമാക്കി തരും. നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ മാസം കർത്താവ് നിങ്ങൾക്ക് സാധ്യമാക്കി തരും. വലിയ ദൈവാനുഗ്രഹങ്ങളുടെ മാസമാക്കി കർത്താവ് ഈ മാസം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും മധ്യസ്ഥവും ഈ മാസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.